മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 8-ാമത്തെ വാക്യം, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സ് 8 നമ്മളിങ്ങനെ വായിക്കുകയാണ്: ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. ഇതൊരു അച്ഛൻ്റെ പങ്കുവയ്ക്കലാണ്. അദ്ദേഹം തിരുപ്പട്ടത്തിൽ ഒരു തീരുമാനമെടുത്തു: ഞാൻ കഴിയുന്നിടത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ചെയ്യുകയില്ല, നവീകരണമാണ് എൻ്റെ ലക്ഷ്യം, അതിനുവേണ്ടി ഞാൻ ജീവിക്കും. ആ തീരുമാനമെടുത്ത് അദ്ദേഹം ആദ്യത്തെ ഇടവകയിൽ ചെല്ലുമ്പോൾ അവിടെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പൊതുയോഗത്തിൽ ഒരു ആവശ്യം അവരുന്നയിച്ചു. പ്രായമുള്ള ഒരു ചേട്ടനാണ് പറഞ്ഞത്: അച്ഛാ, നമ്മുടെ പള്ളി വളരെ പഴയതാണ്, പുതുക്കി പണിയണം, ഞങ്ങളുടെ ആഗ്രഹമാണ്. ദയവായിട്ട് അതിനായി അച്ഛൻ മുൻകൈ എടുക്കും. അച്ഛൻ ഹൃദയത്തിൽ തീരുമാനമെടുത്തിരുന്നു, ഞാൻ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ചെയ്യുകയില്ല എന്ന്. അതുകൊണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞു: എൻ്റെ ഒരു പോളിസി നിർമ്മാണ പ്രവർത്തനങ്ങളില്ല, ആത്മീയ പ്രവർത്തനങ്ങളെ ചെയ്യുകയുള്ളൂ. ഇവിടെ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അന്നത്തെ യോഗം സമാപിച്ചു. എങ്കിലും പിറ്റേ ദിവസം അദ്ദേഹം പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഈ അഭിപ്രായം പറഞ്ഞ പ്രായമുള്ള ചേട്ടൻ ഒരു കവർ കൊണ്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു: അച്ഛോ, ഇതെന്റെ കൊച്ചു സംഭാവനയാണ്, പള്ളി പണി നടത്തുവാൻ അച്ഛൻ പരിശ്രമിക്കണം. അച്ഛനൊന്നും പറഞ്ഞില്ലെങ്കിലും അച്ഛൻ കവർ തുറന്ന് നോക്കിയപ്പോൾ അതിൽ 75,000 രൂപയുണ്ട്. അച്ഛനത് വളരെയേറെ പ്രോത്സാഹനമായി. പിന്നെ ഇടവക്കാരുടെ ആവശ്യമനുസരിച്ച് അദ്ദേഹം പള്ളി പുതുക്കി പണിയുവാനായിട്ട് തീരുമാനമെടുത്തു. എല്ലാവരും അതിന് സഹായം നൽകി. പള്ളി പുതുക്കിപ്പണിതു. അദ്ദേഹം യാത്രയായപ്പോൾ കൈക്കാരന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളുടെ ഒരു കൊച്ചു സമ്മാനമാണ് എന്ന് പറഞ്ഞ് മറ്റൊരു കവറ് ഈ അച്ഛന് സമ്മാനിക്കുക. അച്ഛൻ തുറന്നു നോക്കിയപ്പോൾ അതിൽ 50,000 രൂപയുണ്ട്. അച്ഛൻ ആ തുക ഇതെന്റെ ഒരു എളിയ സംഭാവനയാണ് എന്ന് പറഞ്ഞ് ഇടവകയ്ക്ക് തിരിച്ച് സമ്മാനിച്ചിട്ട് അവിടുന്ന് പോരുകയാണ്. അതേ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം നൽകുമ്പോൾ നമുക്ക് ദൈവം തന്നെയാണ് നൽകുന്നത്. ദാനമായി കിട്ടിയത് ദാനമായി നൽകുവിൻ. ആ ഒരു ബോധ്യം എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ നിലനിർത്തുകയും കഴിയുന്നിടത്തോളം ഉദാര മനസ്ഥിതിയോടുകൂടി കൊടുക്കുന്നവരായി മാറുവാൻ നമുക്ക് കഴിയുകയും ചെയ്യട്ടെ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.